മോദിയെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഇന്ന് ഇ പി ജയരാജൻ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ മാധ്യമങ്ങളോട് പറയുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെയാണ് അത്രേ മനസ്സിലായത്. കാരണം ഇത് ഈ ഫാസിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത്രേ അധികാര കേന്ദ്രീകരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അദ്ദേഹത്തിന് മനസ്സിലായത് അതാണെന്ന്. ഇവിടെ മനസ്സിലാക്കേണ്ടത് മഞ്ജുഷേ, ഇന്ന് എന്തുകൊണ്ട് CPM-ന്റെ ഒരു പ്രതിനിധി ചർച്ചയ്ക്ക് വരുന്നില്ലല്ലോ? ബഹുമാനപ്പെട്ട MD-യുടെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ CPM മറുപടി പറയണ്ടേ? പിന്നെ നിങ്ങൾ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഏതാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി? CPM-ന്റെ നേതാക്കളല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ല. അത് വേറൊരു വിഷയം. ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? 1957 EMS-ന്റെ ഗവൺമെന്റ് എന്തായിരുന്നു? തുല്യതയായിരുന്നു. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടായിരുന്നു, ജനസമൂഹത്തിന് വേണ്ടിയിട്ടായിരുന്നു, നാടിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഗവൺമെന്റ്, പിണറായി വിജയൻ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്റ്റേജിലാണ് പറയുന്നത്, ഇന്നത്തെ ഗവൺമെന്റും ഇന്നത്തെ ഭരണാധികാരികളും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനസേവകരാകുന്നില്ല, അവർ സ്വാർത്ഥതയിലേക്ക് പോകുന്നു, സ്വന്തം താല്പര്യങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇതായിരിക്കുന്നു പിണറായി വിജയനാണ് എന്ന് പറയേണ്ടതുണ്ടോ? പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ദേശാഭിമാനി യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലും എഴുതുന്നുണ്ടോ? മാധ്യമങ്ങളെ വിമർശിക്കുമ്പോൾ ദേശാഭിമാനി എന്താണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണ്ടേ? ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ബഹുമാനായ MD പറഞ്ഞത് ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ, ഒരു നാടിൻ്റെ ഒരു വികസനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളിൽ ഭരണകർത്താക്കൾ സുതാര്യമായിരിക്കണം. ഭരണകർത്താക്കൾ അഹങ്കാരികളാകാൻ പാടില്ല. ഭരണകർത്താക്കൾ ജനങ്ങളെ കാണണം. ചെറിയ ഒരു കൂട്ടം, ചെറിയ ഒരു ലീഡർഷിപ്പ് ഒരു ഭരണത്തെ നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഭരിക്കുന്ന ജനങ്ങൾ ഭൂരിപക്ഷമാണ്. പക്ഷെ ആ ജനങ്ങളും ഭരണാധികാരികളും തമ്മിൽ തുല്യത ഉണ്ടാകണം, യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഞാൻ പറയുന്നില്ല, ജനാധിപത്യം എന്ന് പറയുന്നതിൽ ലെവലേശമില്ല. ഇന്ന് കേരളത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, MD-യുടെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് CPI-യിൽ ഒരാൾ അഭിപ്രായം പറഞ്ഞില്ല? CPI-യുടെ അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളെ ഏതെങ്കിലും നേതാക്കൾ അഭിപ്രായം പറഞ്ഞോ? വിഗ്രഹാരാധനയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, കേരളത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാരാണ്? P. ജയരാജനല്ലേ? അദ്ദേഹത്തിനെതിരെ ആരാധന മൂത്ത കമ്മ്യൂണിസ്റ്റുകളായിക്കോട്ടെ, അവർ ഒന്ന് രണ്ട് പാട്ടും അതുപോലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി ചെയ്തപ്പോൾ എന്തോ ഒരു ബഹളമായിരുന്നു. ഇവിടെ 100 കണക്കിന് സ്ത്രീകളെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ നമ്മൾ പാറശാലയിൽ പല സ്ഥലത്തും കണ്ടില്ലേ? അതിനെ താക്കീത് ചെയ്തോ? ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? രാജാവിനേക്കാൾ രാജഭക്തി എന്ന് പറയുന്നത് പോലെ ഞാൻ EP ജയരാജനോട് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്, അവർ CPM-ൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്തു പറ്റി? അദ്ദേഹം എന്ത് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാ പറയുക? കേരളത്തിലെ യുവജന സംഘടനകൾ നമ്മൾ പരിശോധിക്കണ്ടേ? കേരളത്തിലെ DYFI എന്ന് പറഞ്ഞിരുന്ന സംഘടന ഇപ്പൊ എന്തായി? ഈ വിഷയത്തിൽ CPM ഒരു പരസ്യമായ ഒരു സംവാദത്തിനില്ല എന്ന് പറഞ്ഞത് ഇത് പഴയ ഒരു ലേഖനമാണ്. 2003-ൽ MD തന്നെ എഴുതിയ ഒരു ലേഖനമാണ്. ആ ലേഖനം അദ്ദേഹം KLF-ൽ വന്ന് വായിച്ചു, അത്രേ CPM കാണുന്നുള്ളൂ. അതിന് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് വിമർശിച്ചു എന്നൊരു വ്യാഖ്യാനം നൽകുന്നത് അത് തെറ്റാണെന്ന് LDF കൺവീനർ വന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇതിനെ വിവാദമാക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ്. അതിന്റെ കാരണം പറയാം. ഇത് കേരള സമൂഹം ചർച്ച ചെയ്തത് എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട MD പറഞ്ഞതുകൊണ്ടാണ്. സാംസ്കാരിക നായകന്മാർ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ കണ്ടില്ലേ? ഒത്തിരി പേരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ? അതിൽ നിന്നും എല്ലാം ഉൾക്കൊള്ളേണ്ടത് എന്താണ്? കേരളത്തിലെ ഗവൺമെന്റിന്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയ നിലപാടുകൾ, ഭരണ തീരുമാനങ്ങൾ, അതിനെല്ലാം എവിടെയെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? കാര്യം ഇടതുപക്ഷ മുന്നണിയെക്കുറിച്ച് പറയാൻ ഒരുപാട് അധികാരമുള്ള ഒരാളാണ് ഞാൻ. കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സംഘങ്ങളിൽ ഏറ്റവും അധികം പോരാട്ടങ്ങൾ നടത്തി 55ഓളം കേസ് പറഞ്ഞ് 5 വർഷം ജയിലിൽ കിടന്ന ഒരാളാണ് ഞാൻ. എൻ്റെയൊക്കെ വിയർപ്പിൻ്റെയും എൻ്റെയൊക്കെ രക്തത്തിൻ്റെയും ഭാഗമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ മുന്നണി നയങ്ങൾ വ്യതിചലിക്കുന്നു. കേരളത്തിൻ്റെ സാംസ്കാരികമായാലും സാമൂഹികമായാലും രാഷ്ട്രീയമായാലും ജനാധിപത്യപരമായാലും ഏത് മേഖല പരിശോധിച്ചാലും ശരി ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് വോയിസ് ഉണ്ടോ പറയാൻ? കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിക്ക് ഒരു അഭിപ്രായം പറയുന്നത്? അതുകൊണ്ട് തീർച്ചയായും മഞ്ജുഷേ, ഇത് ബഹുമാനപ്പെട്ട MD പറഞ്ഞത് കേരളത്തിലെ ഗവൺമെന്റിനെ കുറിച്ച് ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. അദ്ദേഹം ഒരു അഭിപ്രായം പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി പറയണ്ടേ? MD-യെ പോലെ ഒരാള്
അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന, ഇന്ത്യ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ കേരളം സ്നേഹിക്കുന്ന, ആദരിക്കുന്ന അദ്ദേഹം പറഞ്ഞ ഈ അഭിപ്രായം കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ ഞങ്ങൾ പുനഃപരിശോധിക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കുകയും ചെയ്യുന്നു പറയുവാനുള്ള ആർജവം കേരളത്തിലെ മുഖ്യമന്ത്രി വേണ്ടേ? അതായത് അത് എന്നെ പറ്റി മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി അതുപോലെ ഞങ്ങൾ നാട്ടും പ്രദേശത്ത് ഒരു കഥ പറയും, അച്ഛൻ കിണറ്റിലുമില്ല തട്ടിന്റെ മുകളിലുമില്ല എന്ന് പറയുന്നത് പോലെയല്ലേ ഇവിടെ ഇപ്പൊ CPM നേതാക്കൾ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്.